ഹലോ ഹലോ രവി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ഇന്ന് ലേറ്റാ. ഡയറക്ടർ ഇന്നലെ കൂടെ എന്നെ വാൺ ചെയ്തോളൂ. ഓലോ ഊബറും ഒക്കെ സമരത്തിലല്ലേ. ഞാൻ ആപ്പിൾ കയറി നോക്കിയായിരുന്നു. ദർ ഇസ് നോ ക്യാബ്. ഒറ്റയ്ക്ക് രാത്രി പോകുന്നത് സേഫ് ആണോ? അത് സാരയില്ല, വേറെ നിവൃത്തിയില്ലല്ലോ. 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. പിന്നെ ബസ് കയറിയ നെക്സ്റ്റ് സ്റ്റോപ്പ്. എന്നെ ഓർത്തിട്ടൊന്നുമല്ല, എന്റെ കുഞ്ഞിനെ ഓർത്താ എനിക്ക് ടെൻഷൻ. ആഹാ, അപ്പൊ എന്നെ പറ്റിയൊരു വിചാരമില്ലല്ലേ? ചുമ്മാ പറഞ്ഞതല്ലേ. എടി, ഞാൻ രവിയോടൊന്ന് പറയട്ടെ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ. ഇല്ല രവി, വേണ്ട. ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ എ ബേബി. പിന്നെ ബൈക്കിലൊക്കെ കയറണ്ടേ. ഐ ക്യാൻ വാക്ക്. ആർ യു ഷുവർ? യെസ്. എന്നാ നീ ഫോൺ വെക്കണ്ട. ബസ് സ്റ്റോപ്പ് എത്തുന്നവരെ ഞാൻ നിനക്ക് കമ്പനി തരാം. ഓക്കെ. വേറെന്താ? വേറൊന്നുമില്ല. പപ്പ വിളിച്ചായിരുന്നു. എന്നിട്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. ആരോഗ്യം നോക്കണം, പിന്നെ ഒരുപാട് ടെൻഷൻ അടിച്ച് ജോലിയൊന്നും എടുത്ത് തലയിൽ വെക്കരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കോൺഫറൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആസ് യൂഷ്വൽ. ശരി. സെയിം ബോറടി പരിപാടി. വേറെന്താ? टाइम कितना हो गया भैया? अब टाइम अभी हेलो हेलो हेलो. please. दुनिया ऐसा. Hey Mariam, when I came to know Dr. Srinivas was not there to attend the patient, I really got worried. Thank God you came in. His GCS was very high, a bad head injury. You took the risk and it went well. Good job, Mariam.
ഗുഡ് ജോബ് മറിയം. ഈസ് ദാറ്റ് എ ഗുഡ് ജോബ്? മെഡിക്കൽ എത്തിക്സ് പ്രകാരം ഞാൻ ചെയ്തത് ഗുഡ് ജോബ് ആയിരിക്കാം. പക്ഷേ ഞാനൊരു സ്ത്രീയല്ലേ. ഇന്ന് അയാൾ നശിപ്പിക്കാൻ നോക്കിയത് എന്നെയാണ്, എൻ്റെ കുഞ്ഞിനെയാണ്, എൻ്റെ സ്വപ്നങ്ങളെയാണ്. Why I saved his life? Because I'm a doctor? Might be. But as a woman, I strongly believe this would make a change in his life. Yes, I'm a woman, a strong woman.